നമസ്കാരം. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ CPMകാരെ സാധാരണക്കാരായ ജനങ്ങൾ വെറുക്കുന്നത് എന്ന്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും അണികളുടെയും ഒരു സ്വഭാവ രീതിയല്ല അവർക്കുള്ളത്. എപ്പോഴും ഭീഷണിയും അല്ലെങ്കിൽ വെല്ലുവിളിയുമൊക്കെയാണ് ഈ CPM നേതാക്കളുടെ ഒരു രീതി. എത്രയൊക്കെ അനുഭവങ്ങൾ കിട്ടിയാലും അവരത് പഠിക്കില്ല. കനത്ത തോൽവിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നത്. ഇതിനു മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ CPM പിന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. പക്ഷേ എന്നിട്ട് പോലും അവർ തിരുത്താൻ തയ്യാറായില്ല. അവർക്ക് വെല്ലുവിളിയുടെ സ്വരമാണ് എപ്പോഴും ഉള്ളത്. വി ശിവൻകുട്ടിയൊക്കെ മുമ്പ് ആരോഗ്യമുണ്ടായിരുന്ന ഒരു കാലത്തൊക്കെ അദ്ദേഹം കാണിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം CITU നേതാവായിരുന്ന സമയത്തൊക്കെ സ്ത്രീകളോട് പോലും പരസ്യമായി വളരെ മോശമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇരിക്കടി അവിടെ എന്ന് പറയുന്ന ഒരു ദൃശ്യം ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അതുപോലെ നിയമസഭയിലൊക്കെ വി ശിവൻകുട്ടി കാണിച്ചതൊക്കെ നമുക്കറിയാം. അവർക്ക് എപ്പോഴും ധാർഷ്ട്യത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയും CPMകാർ വിചാരിച്ചാൽ പുറത്തിറങ്ങില്ല എന്നാണ് ഈ ബിരുദൻ്റെ ഒരു വെല്ലുവിളി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. മുമ്പ് ഈ തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ദിവസം തന്നെ അന്ന് രമേഷ് പിഷാരടിയുടെ വിജയാഹ്ലാദത്തിന് അതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് ഒരു സംഘർഷം നടന്നിരുന്നു. ഈ സംഘർഷം നടന്നപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ പ്രതിഷേധത്തിൽ അവിടുത്തെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു പ്രസംഗിച്ചതും ഇതുപോലെ തന്നെയായിരുന്നു. ഇത്തരത്തിൽ പോലീസുകാരെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യും എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷണത്തിൽ കണ്ട ചിരുട്ടാക്കി മുന്നോട്ട് പോകാനാണ് ഷാഫി പറമ്പിലിൻ്റെയും ലീഗ് നേതാവായ പാറക്കൽ അബ്ദുള്ളയുടെയും തീരുമാനമെങ്കിൽ രണ്ടുപേരെയും പുറത്തിറക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇപ്പോൾ CPMൻ്റെ ഈ ജില്ലാ സെക്രട്ടറിയായ മെഹബൂബ് പറയുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് CPM നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ഇത് പങ്കുവെക്കരുത് എന്ന അടിക്കുറിപ്പ് എഴുതിയിട്ടുണ്ടെന്നും മെഹബൂബ് പറയുന്നു. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചപ്പോൾ ഇത് പങ്കുവെക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് ഈ മരമണ്ടൻ പറയുന്നത്. നമ്മൾ ഈ സിഗരറ്റിൻ്റെയും ഒക്കെ കൂടുതൽ എഴുതി വെച്ചിരിക്കുമല്ലോ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മദ്യക്കുപ്പിയിൽ എഴുതിയിരിക്കും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നത് പോലെ അയാൾക്കൊരു സ്ക്രീൻഷോട്ട് CPM പ്രവർത്തകർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യരുത് എന്ന് എഴുതിയിട്ടാണ് ഷെയർ ചെയ്തതെന്നാണ് ഇയാൾ പറയുന്നത്. ഇയാളൊക്കെ എങ്ങനെയാണ് എന്താണ് പറയേണ്ടത് എന്നുള്ളതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ സർക്കാരും പോലീസുമായി ഒത്തുകളിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് SP ഓഫീസിലേക്ക് ഒരു CPM ഒരു ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചിൻ്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടാണ് ഈ മെഹബൂബ് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. പുറത്തിറങ്ങേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ അവർ പുറത്തിറങ്ങില്ല. മന്ത്രിമാരെ വഴിയിൽ തടയുമെന്ന് CPM തീരുമാനിച്ച കാലത്ത് അന്നത്തെ മന്ത്രിമാർ പുറത്തിറങ്ങിയിട്ടില്ല. ഞങ്ങളെ ദ്രോഹിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ആരും റിട്ടയർ ചെയ്തിട്ട് പോലും സമാധാനത്തോടെ ജീവിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. കാഫിർ കേസിൽ യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കണം. തെറ്റ് ചെയ്തതിന് തെളിവുണ്ടെങ്കിൽ കേസെടുക്കാം. എന്തുകൊണ്ടാണ് ലീഗുകാരനെയും കോൺഗ്രസ്സുകാരനെയും പിടികൂടാത്തത്? DYFIക്കാരൻ മാത്രമാണോ സ്ക്രീൻഷോട്ട് പങ്കുവച്ചത്? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. പോലീസ് വേട്ടയാടൽ ഒരുപാട് കണ്ടതാണ്. ജയിലിൽ കിടക്കാത്ത നേതാക്കളും പ്രവർത്തകരും കുറവാണ് ഞങ്ങൾക്ക് എന്നൊക്കെയാണ് ഈ മെഹബൂബ് തള്ളി മറിക്കുന്നത്. ഇവിടെ 26 പേർ ഇപ്പോഴും ജയിലിലാണ്. അതിലൊരുത്തൻ ഇന്നലെ ജാമ്യം കിട്ടി. പിണറായി വിജയൻ്റെ മകൾ വീണ പ്രതിയായ കേസിൻ്റെ അന്വേഷണത്തിനായി എത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസായിരുന്നു. 26 അംഗത്തമാർ ഇപ്പോഴും ജയിലിൽ കിടന്നുണ്ടതിന്നുകയാണ്. അവിടെയാണ് ഈ മെഹബൂബ് ഇത് പറയുന്നത്. സുരേഷ് ബാബുവിനെ പോലെയുള്ളവർ പറയുന്നത് ഈ കാലം മാറിയത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പ്രത്യേകിച്ച് CPMകാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. പോലീസിനെ പ്രത്യേകിച്ച് വെല്ലുവിളിക്കാറുള്ളത് ഈ CPMകാരാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപ് നെടുമങ്ങാട് ഏരിയ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ജയദേവൻ, ഈ ജയദേവൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ സ്റ്റേജ് കെട്ടി വെച്ച് അവിടെ പ്രസംഗിക്കുന്നത് അന്നത്തെ SHO ആയിരുന്ന സന്തോഷ് കുമാറിനെതിരെ വെല്ലുവിളി പ്രസംഗമാണ് നടത്തുന്നത് പോലീസുകാർക്കെതിരെ. യഥാർത്ഥത്തിൽ ഭരണം മാറിയിരിക്കുന്നത് ഇപ്പോഴും ഈ തിരുമണ്ടന്മാർ അറിയുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരം വെളുക്കുന്നത് എപ്പോഴും കുറേ താമസിച്ചായിരിക്കുമല്ലോ. മറ്റുള്ളവർക്കൊക്കെ ഈ നേരം ഇരുട്ടി വെളുത്തതിന് ശേഷമായിരിക്കും അവർക്ക് നേരം വെളുക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഇവരുടെയൊക്കെ ഒരു പെരുമാറ്റം. ഇവർക്ക് എന്താണ് ഈ ജനങ്ങളോടും മറ്റും സൗമ്യമായി ഇടപെട്ടാൽ അല്ലെങ്കിൽ മാന്യമായി ഇടപെട്ടാൽ? ഈ മെഹബൂബിൻ്റെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ആവേശം ഉൾക്കൊണ്ട് അന്തം കമ്മികൾ ആരെങ്കിലും ഇറങ്ങിയാൽ പോലീസുകാരെ അടിച്ച് നട്ടല് പൊട്ടിക്കും. കിടക്കാനേ പറ്റൂ. ഇനി അതല്ല ജനങ്ങൾ ഇറങ്ങേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ഈ റഹീമിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ.
ഈ AA റഹീമിനെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്ന് നിങ്ങൾക്കത് മനസ്സിലാകും. റഹീമിൻ്റെ കാര്യം പറയുമ്പോൾ വിജയലക്ഷ്മി ടീച്ചറുടെ കാര്യം പറയാതിരിക്കാനാവില്ല. കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയായിരുന്ന വിജയലക്ഷ്മി ടീച്ചറെ മണിക്കൂറുകളോളമാണ് റഹീമിൻ്റെ നേതൃത്വത്തിൽ അന്ന് തടഞ്ഞു വെച്ചത്. ആ കേസ് ഇപ്പോഴും കോടതിയിലാണ്. പക്ഷേ റഹീം കോടതിയിൽ ഹാജരാകില്ല. അതാണ് ഇവരുടെയൊക്കെ ഒരു രീതി. ഈ അണികളൊക്കെ ഇത് കണ്ടാണ് പഠിക്കുക. അണികൾക്ക് പ്രചോദനം നൽകാനാണ് ഇവരെ പോലെയുള്ള നേതാക്കളൊക്കെ ഇത്തരത്തിൽ തള്ളിമറിക്കുന്നത്. ഇവരൊക്കെ പിന്നീടേ പെടുകയുള്ളൂ. ഈ അണികളൊക്കെ ഇത്തരത്തിൽ ഇത് കണ്ട് എൻ്റെ നേതാവ് ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് എനിക്കും ആകാം, പിണറായി വിജയൻ രാഷ്ട്രീയക്കാരനാണല്ലോ. സാധാരണ ചിലരൊക്കെ സിനിമയിലെ നായകന്മാരെ അനുകരിക്കാറുണ്ട്. അത് ഹെയർ സ്റ്റൈലിൽ അനുകരിക്കാറുണ്ട്, സ്വഭാവത്തിൽ അനുകരിക്കാറുണ്ട്, അവരുടെ വസ്ത്രധാരണത്തിൽ അനുകരിക്കാറുണ്ട്. അതുപോലെയാണ് പിണറായി വിജയനെ അനുകരിക്കുന്ന ചില തിരുവണ്ടന്മാരുണ്ട്. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, അയാളുടെ നോട്ടം, ഇതൊക്കെ കണ്ട് ഈ അന്തം കമ്മികൾ, താഴേക്കിടയിലുള്ള മൂന്നാം കിടക്കും താഴെയുള്ള അന്തം കമ്മികളുണ്ടല്ലോ, അവരൊക്കെ വിചാരിക്കുന്നത് തങ്ങളൊക്കെ പിണറായി വിജയനാണ്, പിണറായി വിജയൻ്റെ ഒരു ചെറിയ പതിപ്പാണ് താനെന്നൊക്കെയാണ് ഇവരുടെ ഉള്ളിലുള്ളൊരു വിചാരം. പിണറായി വിജയന് കീറക്കടലാസിൻ്റെ വില പോലും ഇല്ല എന്നുള്ള കാര്യം ഈ തിരുവണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്. ഈ ധാർഷ്ട്യവും ഭീഷണിയും ഇനിയൊന്നും കേരളത്തിൽ ചിലവാകില്ല, വിറ്റുപോകില്ല, നടപടിയാകില്ല. ജനങ്ങൾ കുറ്റിച്ചൂലെടുത്ത് പെരുക്കും. ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണം. കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം ചെയ്തു കൂട്ടി. പോലീസിനെ കൊണ്ടായിരുന്നു അന്ന് കൂടുതൽ പേരെയും വേട്ടയാടിപ്പിച്ചത്. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കണം. മെഹബൂബ് ശൈലി തിരുത്തണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം കമ്മ്യൂണിസം നിലനിൽക്കുന്നത് ആപത്ത് തന്നെയാണ്. അത് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ മെഹബൂബിനെ പോലെയുള്ള നേതാക്കളുടെ ഒരു സേവനം ഇവിടെ ആവശ്യമാണ്. അതുകൊണ്ട് EN സുരേഷ് ബാബുവും മെഹബൂബും ഒന്നും അവരുടെ ശൈലി തിരുത്തേണ്ട കാര്യമില്ല. പിണറായി വിജയൻ പോലും തിരുത്തേണ്ട കാര്യമില്ല. കാരണം ജനങ്ങൾ ഇനി കുറച്ചുകൂടി കമ്മ്യൂണിസത്തെ വെറുക്കാനുണ്ട്. വെറുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അന്തിമമായിട്ടുള്ള ഒരു പരിപാടി ഓടിച്ചിട്ട് അടിക്കുക എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ചടങ്ങ് കൂടി കേരളത്തിൽ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന മെഹബൂബൊക്കെ ഒരു സംസാരത്തിൽ കുറച്ച് മിതത്വം പാലിച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ 26 പേർ ഇപ്പോഴും അകത്തുണ്ട്. അവരെന്ന് പുറത്തു വരുമെന്ന് അറിയില്ല. അവരുടെ ഒരു അവസ്ഥയിലേക്ക് അന്തം കമ്മികളൊക്കെ പോകേണ്ടി വരും എന്ന് മനസ്സിലാക്കണം. കാരണം നിങ്ങൾ മാത്രമല്ല ഇവിടെ രാഷ്ട്രീയക്കാർ, ഇവിടെ നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട്, അണികളുണ്ട്. അവർക്കൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. അവരോടൊക്കെ ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ പോലും അത് നമുക്ക് മനസ്സിലാക്കാം. അവർക്കത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ ഇത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട്. എന്നാൽ CPM-കാരന് അതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോയാൽ ശരീരം കേടാവാതെ ജീവിച്ചു പോകാമെന്നേ എനിക്ക് പറയാനുള്ളൂ.